നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ഭാഗ്യധാരയുടെ രണ്ടാം സമ്മാനം 30 ലക്ഷം രൂപ കാട്ടാക്കട സ്വദേശി പൂകെട്ടുന്ന തൊഴിലാളിയായ സുനിൽകുമാറിന്. തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന ഭാഗ്യധാരയുടെ 1 കോടി ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പിലാണ് കാട്ടാക്കട അഞ്ചുതെങ്ങിൻമൂട് മണ്ണാങ്കോണം സ്വദേശി സുനിൽകുമാറിന് രണ്ടാം സമ്മാനമായ 30 ലക്ഷം രൂപ ലഭിച്ചത്. കാട്ടാക്കടയിൽ KSRTCയുടെ വാണിജ്യ സമുച്ചയത്തിന് എതിർവശത്തുള്ള PP ഷാജിദാസിന്റെ ഉടമസ്ഥതയിലുള്ള റോജ ഫ്ലവറിൽ കഴിഞ്ഞ 15 വർഷമായി പൂ കെട്ടുന്ന ജോലി ചെയ്തു വരികയാണ് സുനിൽകുമാർ. കഴിഞ്ഞ 6 മാസത്തിന് മുൻപാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ശീലം തുടങ്ങിയത്. ആദ്യം 1ഉം 2ഉം ടിക്കറ്റ് എടുത്തു തുടങ്ങി. ഇപ്പോൾ ദിവസം 3 ടിക്കറ്റ് വരെ എടുക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു. 500 രൂപയുടെ ഒരു സമ്മാനം മാത്രമാണ് ഇതിനോടകം സുനിൽകുമാറിന് ലഭിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ 30 ലക്ഷം രൂപയുടെ രണ്ടാം സമ്മാനം സുനിൽകുമാറിനെ തേടിയെത്തുന്നത്. കാട്ടാക്കട ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിൽ ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിച്ചതായി സുനിൽ പറയുന്നു. വാടക വീട്ടിൽ കഴിയുന്ന സുനിൽകുമാറിനും കുടുംബത്തിനും ഈ തുക കൊണ്ട് സ്വന്തമായി ഭൂമി വാങ്ങണം എന്നാണ് ആഗ്രഹം. ഇതിലൂടെ ഒരു വീട് നിർമ്മിക്കുന്ന ശ്രമവും നടത്തണം. ലോട്ടറി അടിച്ചെങ്കിലും പണി നിർത്തിയിട്ടൊന്നുമില്ല. പഴയതിനേക്കാളും സ്പീഡിലാണ് ഇപ്പൊ കാലം കിട്ടുന്നത്. കാരണം കുയിലിന് വസ്തു വാങ്ങണം. ഇതൊരു സ്വന്തമായിട്ട് വസ്തുവില്ല, സ്വന്തമായിട്ട് വീടില്ല. അപ്പോ വസ്തു വാങ്ങണം, വീട് വയ്ക്കണം. അതുകൊണ്ട് തന്നെ ലോട്ടറി ടിക്കറ്റ് കൈയോടെ കൊണ്ടുവന്ന് പുള്ളിക്കാരന്റെ അക്കൗണ്ടുള്ള ഇന്ത്യൻ ബാങ്കിൽ കൊടുത്തും കഴിഞ്ഞു. അമ്മയും ഭാര്യയും മോളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ ആശംസകളും ഇതിലെ. കുയിലെന്നാണ് നമ്മുടെ ഓമന പേര് കേട്ടാ. സുനിൽകുമാർ എന്നാണെങ്കിലും കുയിലെന്നാണ് നാട്ടുകാരും അവന്റെ അമ്മ പണ്ടിട്ട ഓമന പേരാണ്. എന്തായാലും ഭാഗ്യമായി കുയിലിനെ. കാട്ടാക്കടയിലാണ്. ഇത് ഷാജിദാസ് എന്ന് പറയുന്ന കടയാണ്. ഓ എല്ലാരും അറിഞ്ഞു. മുതലാളി എല്ലാരും അറിഞ്ഞു. ഇല്ല, കടകളിൽ നിന്ന് എടുക്കും. അല്ലാതെ ഇന്നെടുത്തത് ഇവിടെ കടയിൽ ഒരാൾ കൊണ്ടുവന്ന് അയാളെ കയ്യിൽ നിന്ന് എടുത്തതാണ്. അതിനാണ് പ്രൈസ് അടിച്ചത്. വീട്ടില് ഭാര്യയും മോളും മോനും പിന്നെ ഞാനും, നമ്മൾ 4 പേരാണ്. ഭാര്യക്ക് തൊഴിലുറപ്പിച്ച പണിയാണുള്ളത്. അറിഞ്ഞത് ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ്, അല്ല 4 മണിയായി അപ്പോഴാണ് അറിഞ്ഞത്. അത് നമ്മൾ കടയിൽ നിൽക്കുന്ന സ്റ്റാഫാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ടിക്കറ്റ് അപ്പുറത്തെ കടയിൽ കൊടുത്താണ് കൺഫേം ആക്കിയത്. കൺഫേം ആക്കിയത് അപ്പോഴാണ് അറിഞ്ഞത്. അതെ, ഞാൻ ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസം അത്ര ആയിട്ടുള്ളൂ. ദിവസം ഒരു 2-3 ലോട്ടറി അത്രയാണ് എടുക്കുന്നത്. തുടർച്ചയായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം എടുക്കാൻ പറ്റിയില്ല, അല്ലാതെ ഈ കടയിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ എടുക്കുന്നുണ്ട്. ഒരു 500 രൂപയാണ് ഇതുവരെയായിട്ട് എനിക്ക് അടിച്ചത്. 500 രൂപ മാത്രമേ അടിച്ചിട്ടുള്ളൂ പ്രൈസ് ആയിട്ട്. ഇപ്പോഴാണ് രണ്ടാം സമ്മാനം അടിച്ചത്. 30 ലക്ഷം രൂപ ഭാഗ്യധാര ലോട്ടറിയാണ് അടിച്ചത്. ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടും സ്ഥലവും ഇല്ല. അപ്പോൾ പൈസ കിട്ടിയ വീടും സ്ഥലവും വാങ്ങണം. അങ്ങനെയാണ് ചെയ്യുന്നത്.